മോർണിംഗ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒരു കാര്യത്തെ ചുറ്റിപ്പറ്റിയുള്ള ചിന്തകളെ ചിന്തിക്കാനുള്ളൂ, സംസാരിക്കാനുള്ളൂ, പങ്കുവയ്ക്കാനുള്ളൂ. പണം, മണി. കാരണം ഉത്തരവാദിത്വ ബോധമുള്ള, അവനവനോടും അവനവനെ ആശ്രയിക്കുന്നവരോടും ഉത്തരവാദിത്വ ബോധമുള്ള, അവനവനോട് ഉത്തരവാദിത്തമുള്ള, അവനവനെ ആശ്രയിക്കുന്നവരോട് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രാമുഖ്യം കൊടുക്കേണ്ടുന്നത്, ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടുന്നത് പണത്തിന് തന്നെയാണ്, ഒരു സംശയവുമില്ല. ഇവിടെയും ആ യാഥാർത്ഥ്യബോധം ഒന്നുകൂടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളുടെ ഏത് രീതികളാകട്ടെ, ലോ ഓഫ് അട്രാക്ഷൻ ആവട്ടെ, NLP ആവട്ടെ, എന്ത് തന്നെ ആവട്ടെ, ഏതെല്ലാം മാനിഫെസ്റ്റേഷൻ രീതികളോ അല്ലെങ്കിൽ സക്സസ് തിയറികളോ പഠിച്ച എല്ലാവർക്കും അറിയാം, ഏത് ലക്ഷ്യം നേടാനും ബേണിംഗ് ഡിസയർ, ജ്വലിക്കുന്ന ആഗ്രഹം, തീവ്രമായ ആഗ്രഹമാണ് വേണ്ടത് എന്ന് അവിടെ വരെ ആർക്കും സംശയമില്ല. പക്ഷേ പണത്തിൻ്റെ കാര്യം വരുമ്പോൾ എത്ര പേർക്ക് അത് അതിതീവ്രമായി ആഗ്രഹിക്കാനുള്ള മാനസികാവസ്ഥയുണ്ട്, അല്ലെങ്കിൽ അത് ഒന്നോ രണ്ടോ ക്ലാസ്സുകളിൽ കേട്ടതിന് ശേഷവും അത് നിലനിർത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് ഞാനിപ്പോഴും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് നിലനിർത്താനുള്ള ആ ഒരു എന്താ പറയുക, ഇൻസ്പിരേഷൻ, അത് നമുക്ക് ആവശ്യമുണ്ട്. കാരണം മോട്ടിവേഷനും ഇൻസ്പിരേഷനും പലപ്പോഴും ആവശ്യമുണ്ട്. പല ആളുകളും ഈ ആധുനികതയെ പുൽകുമ്പോൾ പലരും പറയും മോട്ടിവേഷനല്ല ആവശ്യം എന്നുള്ളത് പറയും. പലപ്പോഴും മോട്ടിവേഷൻ ആവശ്യം തന്നെയാണ്. കാരണം മോട്ടിവേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആ നിരന്തരം കേൾക്കുന്ന കാര്യങ്ങൾ സ്വാധീനിക്കുന്നതിൻ്റെ പേര് തന്നെയാണ് മോട്ടിവേഷൻ എന്നുള്ളത്. അപ്പം അത് അതിപ്രധാനം തന്നെയാണ്, ജീവിതത്തിൽ ഏറ്റവും പ്രധാനം തന്നെയാണ്. അതുകൊണ്ടാണ് അത് വീണ്ടും കേൾപ്പിക്കുന്നത്. സ്വയം ആത്മാർത്ഥമായി ചിന്തിക്കുക. ബേണിംഗ് ഡിസയർ, തീവ്രമായ ആഗ്രഹം, ജ്വലിക്കുന്ന ആഗ്രഹം, ലക്ഷ്യം നേടാൻ, ഏത് ലക്ഷ്യങ്ങൾ നേടാൻ ജ്വലിക്കുന്ന ആഗ്രഹം വേണം. ബേണിംഗ് ഡിസയർ ഉണ്ടാകണമെന്ന് അറിയാം. പക്ഷേ എത്ര പേരാണ് ഇപ്പോഴും ആ ഒരു പണത്തിനാണ് ഏറ്റവും ബേണിംഗ് ഡിസയർ, പണമുണ്ടാക്കണമെന്നുള്ള ആ ആഗ്രഹത്തിനാണ് ഏറ്റവും ജ്വലനശേഷിയുള്ളത്, നമ്മുടെ ഉള്ളിൽ ഏറ്റവും കനലായി ഉള്ളത് പണസമ്പാദനമാണ്. 10 കാശുണ്ടാക്കണം. പാലക്കാർ അച്ചായമാരാണെങ്കിൽ, പാലക്കാർ ധനിക അച്ചായമാരാണെങ്കിൽ 10 കാശുണ്ടാക്കണം. മറ്റാവശ്യങ്ങളിലേക്ക് ചിന്ത തിരിഞ്ഞാൽ അപ്പം പറയും 10 കാശുണ്ടാക്കാൻ നോക്ക്, അതിൻ്റെ പിന്നാലെ പോകാതെ 10 കാശുണ്ടാക്കാൻ നോക്ക്. കാരണം അഭിമാനകരമായ ജീവിതത്തിനും ആരുടെ മുന്നിലും തലകുനിക്കാത്ത ജീവിതത്തിനും അവനവൻ്റെയും അവനവൻ്റെ കുടുംബാംഗങ്ങളുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും വെറുതെ സ്നേഹം, കാരുണ്യമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടപ്പാക്കി കൊടുക്കാൻ. കാരണം കാശ് ആവശ്യത്തിനുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇനിയും ചെയ്തു കൊടുക്കാൻ കഴിയും. എത്ര സാമ്പത്തിക ശേഷി ഉള്ളവരാകട്ടെ, ഇനിയും അതൊരു 10x 10 മടങ്ങായി പണം വർദ്ധിച്ചാൽ എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയും. ഒരുപക്ഷെ മറ്റുള്ള ആളുകൾക്ക് എന്തെല്ലാം ഹെൽപ്പുകൾ ചെയ്യാൻ കഴിയും. ആത്മീയ തലങ്ങളിലുള്ളവരാണെങ്കിലും ചിന്തിക്കുക, പൈസ കയ്യിലുണ്ടെങ്കിൽ എത്ര പേരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. ഇനി സ്വയം ഹെൽപ്പ് ചെയ്യാൻ ആണെങ്കിൽ പോലും, കുടുംബജീവിതമൊക്കെ നയിക്കുന്നവർക്ക് സ്വയം ഹെൽപ്പ് ചെയ്യാൻ, അവനവൻ്റെ കാര്യങ്ങൾ നടപ്പാക്കാൻ, മറ്റാരെയും ആശ്രയിക്കാതെ അഭിമാനകരമായ ജീവിതം നടപ്പാക്കാൻ പണം 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 പണം. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യത്തിൽ തന്നെയാണ് ടച്ച് ചെയ്യുന്നത്. ബേണിംഗ് ഡിസയർ, അവിടെയാണ് യഥാർത്ഥ ധനികരുടെ യാഥാർത്ഥ്യ ബോധവുമായി എവിടെയാണ് നമ്മുടെ നില എന്നുള്ളതാണ് ഓരോരുത്തരും പരിശോധിക്കേണ്ടത്. അത് വേണമെങ്കിൽ വ്യക്തമായി താരതമ്യം ചെയ്യാം. ലോകത്തിലെ ഏറ്റവും ധനികനായ മലയാളികളായ ജോയി ആലുക്ക സാറ്, യൂസഫ് അലി സാറ്, അതുപോലെ മുകേഷ് അംബാനി, എന്തിന് താരതമ്യ പഠനം നടത്തുമ്പോൾ ഈ സാധാരണ 90% മനുഷ്യരുടെ മൈൻഡ് സെറ്റുമായി അല്ല താരതമ്യ പഠനം ചെയ്യേണ്ടുന്നത്. നമുക്കിപ്പോൾ ചിന്തിക്കാമല്ലോ, ചിന്തിക്കുന്നതിൽ എന്താ കുഴപ്പം, അപ്പോഴാണ് ബാക്കി കാര്യങ്ങൾ വന്നു ചേരുക. പലരും പറയുന്നത് ഞാൻ അതുപോലെ ആയതിനു ശേഷം അല്ല, അവരുടെ ചിന്താധാരയെക്കുറിച്ച് പഠിച്ച് ആ ചിന്തയിലേക്ക് നമ്മുടെ ചിന്ത മാറ്റാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു തടസ്സവുമില്ല. അപ്പോഴാണ് ഭൗതിക കാര്യങ്ങൾ, ഭൗതിക ലക്ഷ്യങ്ങൾ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുക, നാം അതിലേക്ക് എത്തുക. അപ്പോഴാണ് നാം പണം നേടാനുള്ള കാഴ്ചകൾ നമ്മൾ കാണുക, പണം നേടാനുള്ള അവസരങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുക. അതായത് ഈ ബ്ലേഡ് ഉപയോഗിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ബ്ലേഡ് ഉപയോഗിക്കാൻ പക്വതയുള്ള, സൂചി ഉപയോഗിക്കാൻ പക്വതയുള്ള ആളിനെ പിതാവോ മാതാവോ ആ സൂചിയും ബ്ലേഡും കൊടുക്കൂ എന്നതുപോലെയാണ് പണത്തെക്കുറിച്ചുള്ള എല്ലാ എന്താ പറയുക, ഞഞ്ഞാപിഞ്ഞ കാഴ്ചപ്പാടുകളും മാറ്റി റിയലായി മണി മൈൻഡ് സെറ്റ്, പണം 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 എന്നുള്ള ആ ചിന്ത, ആ പക്വത, അതാണ് ധൈര്യം, അതാണ് പക്വത. വെറുതെ ധൈര്യം, ബേണിംഗ് ഡിസയർ എന്ന് പറഞ്ഞതിനല്ല. ആ പണം എത്ര വേണമെങ്കിലും പോന്നോട്ടെ എന്നുള്ള ചിന്ത തുറന്ന മനസ്സോടെ, എല്ലാ സംശയലേശമന്യേ, ഇനി ഒരു തരി പോലും ബ്ലോക്കില്ലാതെ അത് ചിന്തിക്കാനുള്ള മൈൻഡ് സെറ്റിലേക്ക് ഉയരുമ്പോഴാണ് പ്രപഞ്ചം, പ്രകൃതി, ദൈവം ഒക്കെ ആ പണം നമ്മിലേക്ക് തരിക. ഇനി നമ്മുടെ ഉപബോധ മനസ്സാണെന്നുണ്ടെങ്കിലും ആ ശരിയായ കാഴ്ചകൾ കാണുക, പണത്തിലേക്ക് നാം എത്തുക. ഈ 2 സംഭവങ്ങളും, പണത്തിലേക്ക് നാം എത്തുക, പണം നമ്മിലേക്ക് വരിക. അതിന് ബേണിംഗ് ഡിസയർ എന്ന അതിതീവ്രമായ ആഗ്രഹം എന്ന ആ കേട്ടുകേൾവി പോരാ. യഥാർത്ഥത്തിൽ പണത്തോട് നമ്മുടെ അതിതീവ്രമായ ആഗ്രഹം എവിടെയുണ്ട് എന്നുള്ളത് സ്വയം പരിശോധിക്കുക. ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്ത് നേടാൻ നിങ്ങൾക്കും കഴിയും. ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്ത് നേടാൻ നിങ്ങൾക്ക് കഴിയും.